ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട് ഏറ്റവും വലിയ വില്ലൻ ഇൻസുലിനാണ്. അപ്പം ഇൻസുലിൻ സ്പൈക്ക് ഒഴിവാക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മളെപ്പോൾ കഴിക്കുമ്പോഴും ഓരോ മീലിൻ്റെ കൂടെയും പ്രോട്ടീൻ കഴിക്കുക. കാരണം പ്രോട്ടീൻ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ അത് ദഹിക്കാൻ കുറച്ച് പാടുമാണ്. അപ്പോൾ നമ്മൾ ഓരോ മീലിൻ്റെ കൂടെയും പ്രോട്ടീൻ കഴിക്കുക, അതുപോലെ തന്നെ ഫൈബർ ആഡ് ചെയ്യുക, എന്തെങ്കിലും സാലഡ് ആഡ് ചെയ്യുക. അതിന് ശേഷം മാത്രം നമ്മൾ കാർബ് കഴിക്കുക. ഇപ്പോൾ രാവിലെ പുട്ട് മുട്ടക്കറി ആണെങ്കിൽ ആദ്യം മുട്ട കഴിക്കുക, അതിൻ്റെ കൂടെ കുറച്ച് സാലഡ് കഴിക്കുക, അതിന് ശേഷം പുട്ട് കഴിക്കുക. ഈ ഒരു ഓർഡറിൽ കഴിച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റ് സ്റ്റോറേജ് ഒരു പരിധി വരെ കുറയ്ക്കാനും പറ്റും. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേക്കഡ് കാർബ് കഴിക്കാതിരിക്കുക. നമ്മുടെ ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേക്കഡ് കാർബാണ്, കാർബ് മാത്രം, അവിടെ പ്രോട്ടീനും ഫൈബറൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഹോട്ടലിൽ പോവുക, പൊറോട്ടയും കുറച്ച് ചാറും ഒരു ചായയും. ഇതിലെവിടെ പ്രോട്ടീൻ, എവിടെ ഫൈബർ? നമ്മളതിനെ വീട്ടിൽ കഴിച്ചാൽ തന്നെ അപ്പവും ചമ്മന്തിയും അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയും ഇഡ്ഡലിയും സാമ്പാറും, ഇവിടെയൊന്നും പ്രോട്ടീനും ഫൈബറും ഒന്നുമില്ല. എപ്പോഴും നമ്മുടെ ആഹാരത്തിൽ ഒരു പങ്ക് പ്രോട്ടീൻ ഉണ്ടാവണം. ആ പ്രോട്ടീൻ ആദ്യം കഴിക്കുകയും വേണം.